പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ പിന്മാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യയുടെ നീക്കം. ജലവിഭവ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ ഡാം സന്ദർശിച്ച കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും. അതേസമയം മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിട്ട ഇന്ത്യയുടെ നടപടിക്കെതിരെ പാകിസ്ഥാൻ ലോകബാങ്കിനെയും അന്താരാഷ്ട്ര തർക്കപരിഹാര കോടതിയും സമീപിക്കും. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് പാകിസ്ഥാൻ. ഓരോ തുള്ളി വെള്ളത്തിലും പാകിസ്ഥാനും അവകാശമുണ്ടെന്നും കരാർ ഏകപക്ഷീയമായി പിൻവലിക്കാനാകില്ല എന്നും പാക് മന്ത്രി അഹമ്മദ് ഖാൻ ലഖാരി പ്രതികരിച്ചു. ഇന്ത്യയുടെ വിശ്വസ്തത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തകർന്നു കഴിഞ്ഞുവെന്നും ലഖാരി പറയുന്നു. എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ല എന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലെ തുടർ നീക്കങ്ങളും ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തുന്നു. പാകിസ്ഥാന് ജലം നൽകാതിരിക്കാനുള്ള ഹ്രസ്വകാല ദീർഘകാല പദ്ധതികളാണ് ഇന്ത്യ തയ്യാറാക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കാരണമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ നടത്തിയ മറ്റ് ലംഘനങ്ങൾക്ക് പുറമെ കരാറിൽ വിഭാവനം ചെയ്തിട്ടുള്ളതുപോലെ ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥനയോട് പ്രതികരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിക്കുകയും കരാറ് ലംഘിക്കുകയും ചെയ്തുവെന്ന ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലുണ്ട്. സിന്ധു നദിയുടെ 6 പോഷക നദികളിലെ ജലം എങ്ങനെ പങ്കിടണം എന്നത് നിർണ്ണയിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. പടിഞ്ഞാറൻ നദികളായ ചെനാബ്, ഇൻഡസ് എന്നിവയിലെ വെള്ളം പാകിസ്ഥാനും കിഴക്കൻ ഭാഗത്തെ സത്ലജ്, ബ്യാസ്, രവി എന്നിവയിലെ അവകാശം പൂർണ്ണമായും ഇന്ത്യക്കും നൽകുന്നതാണ് കരാർ. പാകിസ്ഥാന് അവകാശമുള്ള നദികളിലെ ജലം കൃഷിക്കും വൈദ്യുത പദ്ധതികൾക്കും ഉപയോഗിക്കാമെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനാകില്ല. പാകിസ്ഥാന്റെ അനുമതിയോടെ മാത്രമേ നദികൾക്ക് കുറുകെയുള്ള ഏത് പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയൂ. കരാറിൽ നിന്നും പിന്മാറുന്നതിലൂടെ കരാർ പ്രകാരമുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാനാണ് നീക്കം. അതേസമയം പഹൽഗാം ആക്രമണത്തിന് ശേഷം വനത്തിലേക്ക് രക്ഷപ്പെട്ട ഭീകരരെ ഇടയ്ക്ക് 4 ഇടങ്ങളിൽ സുരക്ഷാസേന കണ്ടെത്തിയതായി വിവരം. ഒരിടത്ത് വെച്ച് തമ്മിൽ വെടിവയ്പും ഉണ്ടായതായാണ് സൂചന. ത്രാൽ, കോക്കർനാഗ് മേഖലയിലൂടെ നിലവിൽ നീങ്ങുന്ന ഭീകരർ ഇടയ്ക്ക് വീടുകളിൽ ആഹാരം തേടിച്ചെന്നുവെന്നും വിവരമുണ്ട്. നിലവിൽ കൊടും വനത്തിലും സമീപ ജില്ലകളിലെ നഗരങ്ങളിലുമടക്കം ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. ബൈസറിലേക്ക് 4 ഭീകരരും എത്തിയത് 22 മണിക്കൂർ വനമേഖലയിലൂടെ നടന്നാണെന്ന് NIA കണ്ടെത്തി. അനന്ത്നാഗ്, കോക്കർനാഗിൽ നിന്ന് വനമേഖലയും ദുർഘട പാതകളും താണ്ടിയിട്ടാണ് ഭീകരർ എത്തിയത്. കൃത്യമായ ആസൂത്രണവും നടന്നിട്ടുണ്ട്. കശ്മീരിലെ ബിജ്ബഹാര സ്വദേശിയായ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറാണ് ഇവർക്ക് വഴികാട്ടിയത്. AK-47 US നിർമ്മിത M4 തോക്കുകളാണ് ഭീകരർ ഉപയോഗിച്ചതെന്നും ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചാണ് ഇക്കാര്യം ഉറപ്പാക്കിയത്. പഹൽഗാം സംഭവത്തിൽ NIA അന്വേഷണ ചുമതല ഔപചാരികമായി ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസമാണ്. ഭീകരർക്ക് പ്രാദേശികമായി സഹായം നൽകിയ 15 കശ്മീർ സ്വദേശികളെ NIA തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവരിൽ നിർണായകമായ സഹായം നൽകിയ 5 പേരിൽ 3 പേരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. കശ്മീരിൽ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 200-ൽ പരം പേരും കസ്റ്റഡിയിലുണ്ട്. ഇവരെയും ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.